പേടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണം അല്ലെങ്കിൽ കോംപ്രമൈസ് പച്ചയായിട്ട് പറയാൻ ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാം പുറത്തു വന്നല്ല. പിന്നെ വേറെ കാര്യം, ഇവർ എന്തുകൊണ്ടാണ് നടക്കുന്ന സമയത്ത് പറയുന്നില്ല മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചതാണ്. അന്നേ അവരത് പറഞ്ഞെങ്കിൽ അതിന് മെഡിക്കൽ ടെസ്റ്റ് നടത്തി, ഇപ്പോൾ രേവസംബന്ധ കാര്യമാണെങ്കിൽ എല്ലാം മെഡിക്കൽ ടെസ്റ്റ് നടത്തി അന്ന് തന്നെ കിട്ടിയാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ഇപ്പോൾ രഞ്ജിത്തിന്റെ ഒരു രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീ എന്താ പറയുക, പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിനെതിരെ പരാതി വന്നപ്പോഴേക്കും രേവതി സമയത്ത് കേസ് കൊടുക്കാൻ മടിക്കുന്നുണ്ട്. അതായി മനസ്സിലാവാത്തതാ. അവർ കേസ് കൊടുത്തെങ്കിൽ ഇത് റേപ്പ് കേസ് അറസ്റ്റ് ചെയ്യുന്ന കേസാണ് സിദ്ദിഖിൻ്റെ. അന്ന് പറഞ്ഞ് സിദ്ദിഖ് വേറെ കേസ് കൊടുത്തിരിക്കുന്നു രേവസംബന്ധം. എന്തുകൊണ്ട് രേവസംബന്ധം കേസ് കൊടുക്കുന്ന അറിയില്ല. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഇയാൾ കൊടുത്തു, ആ സ്ത്രീ കൊടുത്തു, ജാമ്യമില്ലാത്ത വകുപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ കേസിൽ കൊടുക്കണം. കേസ് കൊടുത്താലും കോടതിയിൽ നിൽക്കണമെങ്കിൽ തെളിവാണ്.